അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ സണ്ണി കുര്യൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സീനിയർ ജനറൽ മിനിസ്റ്റർ ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ T.S. എബ്രഹാം, APC ജനറൽ പ്രസിഡന്റ് ഡോക്ടർ K.C. ജോൺ, APC ജനറൽ സെക്രട്ടറി ഡോക്ടർ T. വത്സൻ എബ്രഹാം, APC സ്റ്റേറ്റ് റീജിയൻ എക്സിക്യൂട്ടീവ്സ്, കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ രാപ്പകൽ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ എല്ലാ ദൈവദാസന്മാർക്കും, പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വാത്സല്യ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്തായ നാമത്തിൽ ഞാൻ വിനീതമായ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ IPC ജനറൽ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ, കർത്താവിൻ്റെ ഒരു എളിയ സാക്ഷിയായി നിൽപ്പാൻ ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൻ്റെ ബഹുമാന്യ അധ്യക്ഷൻ ഇവിടെ പ്രസ്താവിച്ചതുപോലെ മരുപ്രയാണത്തിൽ എങ്ങനെ നമുക്ക് നന്നായി ജീവിപ്പാൻ സാധിക്കും, ജയകരമായി ജീവിപ്പാൻ സാധിക്കുമെന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ അല്പസമയം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കണമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം ഞാനിവിടെ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം. ആകയാൽ എൻ്റെ വാക്ക് കേൾക്കാം, ഞാനൊരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. ഈ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കാം. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. ഇസ്രായേൽ മക്കൾ ദീർഘവർഷങ്ങൾ മരുപ്രയാണം നടത്തിയ ചരിത്രം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തില് മരുഭൂമിയിലൂടെ അവർ സഞ്ചരിച്ച സന്ദർഭത്തിൽ പ്രാപിച്ച മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ചും ദൈവം അവരെ നടത്തിയ അത്ഭുതകരമായ നടത്തിപ്പുകളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുത പ്രവർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. 35 അത്ഭുതങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ വിടുതൽ, വീണ്ടെടുപ്പ് എന്നതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. അടിമത്തത്തിലിരുന്ന ജനത്തെ ദൈവം വീണ്ടെടുത്തു. ദൈവം അവരെ വിടുവിച്ചു. ദൈവം അവരെ പുറപ്പെടുവിച്ചു. ദൈവം അവർക്ക് മുൻപായി സഞ്ചരിച്ചു. മരുഭൂമിയിൽ ദൈവം അവരെ പരിപാലിച്ചു. ദൈവം അവരോട് കൂടെ ഇരുന്ന് ചെയ്ത 35 അത്ഭുത പ്രവർത്തികൾ പുറപ്പാട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാം ക്രിസ്തു എന്ന പ്രധാന തീം ആസ്പദമാക്കിക്കൊണ്ടാണ് കർത്താവിന്റെ ദാസന്മാർ ദിവസങ്ങളിൽ ഇവിടെ പ്രസംഗിക്കുന്നത്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സ്ത്രീയുടെ സന്തതിയായി
അബ്രഹാമിന്റെ സന്തതിയായി. അങ്ങനെ കർത്താവിനെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ അവൻ പെസഹ കുഞ്ഞാടായി വെളിപ്പെടുന്നു. ഇനി ഓരോ പുസ്തകങ്ങളും നമ്മൾ എടുത്താൽ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യനായി, അന്ത്യനായി, അൽഫയായി, ഒമേഗായി, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായി വെളിപ്പെടുകയാണ്. അപ്പോൾ വേദപുസ്തകത്തിലെ മുഴുവൻ പുസ്തകങ്ങളിലും ഏറ്റവും ശക്തമായി പ്രതിപാദിക്കപ്പെടുന്ന ഏക വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവമാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവായിട്ട് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. പ്രവാചകനായ യെശയ്യാവ് ഒരിക്കലൊരു ദർശനം കണ്ടു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു. അത് മാത്രമല്ല, 6 ചിറകുകളുള്ള സാറാപ്പുകൾ 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് പാദങ്ങൾ മറച്ച്, 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്നുകൊണ്ട് ഒരുവൻ ഒരുവനോട് ആർത്തട്ടഹസിച്ച് പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അടുത്ത 3 പദങ്ങൾ ഓർമ്മയുള്ളവരെല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉറക്കെ പറയണം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈ ദർശനത്തെ കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യെശയ്യാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ടു. അപ്പോൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സാറാപ്പുകളുടെ ആരാധ്യ പുരുഷനും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സാറാപ്പുകൾ ആർത്തട്ടഹസിച്ച് ആരെക്കുറിച്ച് പറയുന്നുവോ, അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. എങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ പരിശുദ്ധനായ കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാൾക്ക് പോലും മൗനമായിരിക്കാൻ കഴിയുന്നതല്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ആർപ്പോടെ അവനെ ആരാധിച്ചു കൊണ്ടിരിക്കണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നിയമിച്ചു കൊടുത്ത യാഗങ്ങൾ 5 ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഈ 5 വിധ യാഗങ്ങളുടെയും അനുഷ്ഠാന വ്യവസ്ഥകൾ, നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഹോമയാഗം അർപ്പിക്കുന്നത് പോലെയല്ല ഭോജനയാഗം, ഭോജനയാഗം അർപ്പിക്കുന്നത് പോലെയല്ല സമാധാനയാഗം, സമാധാനയാഗം അർപ്പിക്കുന്നത് പോലെ അല്ലായിരുന്നു പാപയാഗം അർപ്പിക്കേണ്ടിയിരുന്നത്. 5 യാഗങ്ങൾക്കും അനുഷ്ഠാന നിയമങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്നാൽ വേദപുസ്തകം പഠിച്ചിട്ടുള്ളവർക്കറിയാം, 5 യാഗങ്ങൾക്കും പൊതുവായ ഒരു നിയമമുണ്ടായിരുന്നു. ഏതാണ് ആ പൊതു നിയമം? യാഗവസ്തു ഊനമില്ലാത്തതായിരിക്കണം. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ആ വിധത്തിലുള്ള യാഗങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇന്ന് രാത്രി യോഗത്തിന് വന്ന ആരും കാളക്കിടാക്കളെ കൊണ്ടുവന്നിട്ടില്ല, ആട്ടുകൊറ്റന്മാരെ കൊണ്ടുവന്നിട്ടില്ല, ആരും പ്രാവുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഭോജനയാഗത്തിന് നേരിയ മാവുമായിട്ട് ആരും ഇവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവയെ കൊണ്ടുവരാഞ്ഞതെന്ന് നമ്മുടെ അന്തരാത്മാവിൽ നമുക്കറിയാം. സകല യാഗങ്ങളുടെയും പൊരുളായി മിശിഹാ തമ്പുരാൻ അറുക്കപ്പെട്ടത് കൊണ്ടും പാപങ്ങളുടെയും കടങ്ങളുടെയും മോചനത്തിനായി ഇനി ഒരു യാഗവും ശേഷിച്ചിരിപ്പില്ല എന്നതുകൊണ്ടും നമ്മുടെ കർത്താവിന്റെ ക്രൂശിലെ ബലിമരണത്താൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനാലുമാണ് ഇന്ന് രാത്രി കാളകളെയും ആട്ടുകൊറ്റന്മാരെയും ആരും ഇവിടെ അർപ്പിക്കുവാൻ കൊണ്ടുവരാഞ്ഞത്. എങ്കിൽ തന്നെയും
നമുക്ക് അർപ്പിക്കുവാൻ യാഗവസ്തുവുണ്ട്. പഴയ നിയമത്തിൽ യാഗം അർപ്പിച്ചിരുന്നത് ലേവ്യ പുരോഹിതന്മാരായിരുന്നു. ആണ്ടുതോറും അർപ്പിച്ചിരുന്ന മഹാപാപ പരിഹാര പെരുന്നാളിന്റെ ദിവസം ഇസ്രയേലിന്റെ മഹാപുരോഹിതൻ തന്നെ യാഗമർപ്പിച്ചിരുന്നു. ഇസ്രയേൽ ജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അദ്ദേഹം പ്രായശ്ചിത്തം വരുത്തിയിരുന്നു. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ ആചാര്യ വസ്ത്രങ്ങളോ തലപ്പാവോ നടുക്കെട്ടോ നീളക്കുപ്പായമോ അണിഞ്ഞ ലേവ്യ പുരോഹിതന്മാർ ഇല്ലവേ ഇല്ല. പിന്നെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും വേർപെട്ട് ആരാധിക്കുന്നവരുമായ മുഴുവൻ വിശ്വാസികളും ആത്മീക പുരോഹിത വർഗമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. അഹരോന്റെ ക്രമത്തിലുള്ള പുരോഹിതന്മാരല്ല ഈ രാത്രി പന്തലിരിക്കുന്നത്. മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ എന്തേക്കും മഹാപുരോഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ക്രമത്തിലാണ് നാം രാജകീയ പുരോഹിത വർഗമായിരിക്കുന്നത്. ബോധ്യമുള്ള ദൈവമക്കൾ ആർപ്പോടെ ഒന്നും കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. നാം ആത്മീക പുരോഹിതന്മാരാകയാൽ അർപ്പിക്കുവാൻ നമുക്കും യാഗമുണ്ട്. പക്ഷേ കാളകളെയും ആട്ടുകൊറ്റന്മാരെയും അല്ല. പഴയ നിയമത്തിൽ അക്ഷരീക യാഗം അർപ്പിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ആത്മീക പുരോഹിതന്മാർ ആത്മീക യാഗം അർപ്പിച്ചാണ് ആരാധിക്കേണ്ടത്. നാം അർപ്പിക്കേണ്ടുന്ന ആത്മീക യാഗം ഒന്ന്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആദരബലം എന്ന സ്തോത്രയാഗങ്ങൾ വല്ലപ്പോഴും അർപ്പിപ്പീൻ എന്നല്ല, ഇടവിടാതെ അർപ്പിപ്പീൻ. ഹല്ലേലൂയ എന്ന പദം എബ്രായ ഭാഷയിലെ രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നപ്പോൾ ഉണ്ടായതാണ്. ഹലാൽ യാഹ്, ഹല്ലേലൂയ. ഹല്ലേലൂയ എന്നുള്ളത് ഒരു പാഴുവാക്കല്ല, അർത്ഥശൂന്യമായ പദമല്ല. പ്രൈസ് ഗോഡ് പഠിച്ചത് കൊണ്ട് പറയുന്ന ഒരു പദമല്ല. മാതാവും പിതാവും ഞങ്ങളുടെ പാസ്റ്ററും പറഞ്ഞു കേട്ടത് കൊണ്ട് ഞാൻ ഹല്ലേലൂയ പറയുകയല്ല. പിന്നെയോ ഹലാൽ യാഹ് എന്ന പദങ്ങളുടെ അർത്ഥം ഇതാണ്: യഹോവ ദൈവമേ നിനക്ക് സ്തുതി. ഒരു ഹല്ലേലൂയ പറയുമ്പോൾ ഞാനൊരു പാഴുവാക്ക് പറയുകയല്ല ചെയ്യുന്നത്, അർത്ഥരഹിതമായൊരു പദം ഉരുവിടുകയല്ല, പഠിച്ചു പരിചയിച്ചൊരു പദം ആവർത്തിക്കുകയല്ല. പിന്നെയോ യഹോവ ദൈവമേ നിനക്ക് സ്തുതി എന്ന് വിളിച്ചു പറയുകയാ. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. രണ്ടാമത്തെ ആത്മീക യാഗം നമ്മുടെ ശരീരമാകുന്ന യാഗമാണ്. റോമർ 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ശരീരം അംഗപ്രത്യംഗമായി വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം. നമ്മുടെ ശരീരത്തെ ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്യുക, അതൊരു യാഗമാണ്. മൂന്നാമത്തെ ആത്മീക യാഗം, അല്പസമയം കഴിയുമ്പോൾ കർത്താവിന്റെ ദാസന്മാർ അതിന് സമയം നിങ്ങൾക്ക് തരും. നന്മയും കൂട്ടായ്മയുമാകുന്ന യാഗം. ഈ വിധ യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അശരണരെ സഹായിക്കുക, ദരിദ്രരെ കൈത്താങ്ങുക, എല്ലാറ്റിലുപരി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എന്ന ഭൗതിക നന്മയിൽ നിന്ന് ചിലവിടുക, നന്മയും കൂട്ടായ്മയും ആകുന്ന യാഗം. നാലാമത് നാം അർപ്പിക്കേണ്ട യാഗം ആത്മാക്കൾ എന്ന വഴിപാടാണ്. ധന്യനായ പൗലോസ് പറയുന്നു, ഞാൻ ജാതികൾ എന്ന വഴിപാട് ദൈവത്തിന്റെ പുരോഹിതനായി നിന്നുകൊണ്ട് അർപ്പിക്കുന്നു. ആത്മാക്കളെ ദൈവത്തിൽ കൊണ്ടുവന്ന് അർപ്പിക്കുന്നത് ഒരാത്മീക യാഗമാണ്. അഞ്ചാമത്തെ ആത്മീക യാഗം, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്നതിൽ
എന്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുമെന്ന് ധന്യനായ പൗലോസ് രേഖപ്പെടുത്തി. വിശ്വാസം എന്ന യാഗം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം ഇതാണ്. പഴയ നിയമത്തിൽ 5 അക്ഷരിക യാഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ 5 ആത്മീക യാഗങ്ങൾ അർപ്പിപ്പാൻ നാം നിയമിക്കപ്പെട്ടവരാണ്. പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് അനുഷ്ഠാന നിയമങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും ഒരു കോമൺ നിയമം ഉണ്ടായിരുന്നത് യാഗവസ്തു ഊനരഹിതമായിരിക്കണം. ആ നിയമം പുതിയ നിയമത്തിൽ ഇന്നും തുടരുകയാണ്. അർപ്പിക്കുന്ന ആത്മീക യാഗം ഊനമില്ലാത്തതായിരിക്കണം. നന്മയിൽ നിന്നാകട്ടെ, കൂട്ടായ്മ കാണിക്കുമ്പോഴാകട്ടെ, അത് ഊനരഹിതമായിരിക്കണം. അങ്ങനെയെങ്കിൽ സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ മുടന്തുള്ള ഹല്ലേലൂയ പറയരുത്, ഉളുക്ക് പിടിച്ച സ്തോത്രം പറയരുത്, ദീനം പിടിച്ച കയ്യടി അടിക്കരുത്. പിന്നെ ഊനമില്ലാത്ത ഊനരഹിതമായ സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിച്ചു വേണം നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ. ഇത്രയും ദൈവമക്കൾ ചേർന്ന് ഊനമില്ലാത്ത ഒരു ഹല്ലേലൂയ പറയാം. ആമേൻ. എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്തുതി സ്തോത്ര യാഗങ്ങൾ ഊനരഹിതമായി അർപ്പിച്ചുകൊണ്ട് എല്ലാ യോഗങ്ങളിലും ദൈവമക്കൾ ആയിരിക്കണം എന്ന് മാത്രം ഞാൻ പ്രസ്താവിക്കുകയായിരുന്നു. നമ്മുടെ വിഷയം മരുപ്രയാണത്തിൽ എങ്ങനെ നമുക്ക് വിജയകരമായ ജീവിതം കഴിപ്പാൻ സാധിക്കും എന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, മരുഭൂമിയിൽ വിജയപ്രദമായ ജീവിതം നയിക്കേണ്ടതിനെ സംബന്ധിച്ച് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം തുടങ്ങി അതിന്റെ ഒടുവിലത്തെ അധ്യായം വരെ നമ്മൾ പഠിച്ചാൽ അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതെല്ലാം പ്രസ്താവിപ്പാനുള്ള സമയം എന്റെ മുൻപിൽ ഇല്ലാത്തതിനാലും എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ചില സന്ദേശങ്ങൾ വേഗത്തിൽ അറിയിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിവിധ നിലകളിൽ സദൃശീകരിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു പെസഹ കുഞ്ഞാടാണ്. യേശു ക്രിസ്തു നിയമത്തിന്റെ കൽപ്പലകയാണ്. പിതാവാം ദൈവത്തിന്റെ കരങ്ങളാൽ ചെത്തിയതും പിതാവാം ദൈവത്താൽ എഴുതപ്പെട്ടതുമായ ആ കൽപ്പലക പർവ്വതത്തിന്റെ അടിവാരത്തിൽ ജനത്തിന്റെ പാപത്തിന്റെ മുൻപിൽ ഉടയ്ക്കപ്പെട്ട ആ കൽപ്പലക അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. മാത്രമല്ല, അടിക്കപ്പെട്ട പാറ യേശു ക്രിസ്തുവിന് സദൃശ്യമാണ്. സമാഗമന കൂടാരവും അതിലെ ഓരോ ഉപകരണങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സദൃശ്യമാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഭക്ഷിച്ച മന്ന യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. അഹരോന് തളിർത്ത വടി അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. പഴയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന യാഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. അങ്ങനെയെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏക വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഹെബ്രോൻ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. ആദരണീയരായ ദൈവദാസന്മാർ നമ്മുടെ വേദിയിൽ ഇരിപ്പുണ്ട്. ഇവിടെ അനേക സഹോദരീ സഹോദരന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഏക വ്യക്തിത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന് തുല്യനായി മറ്റൊരാളുമില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ പോലൊരു ദൈവമില്ല, ഇവനെ പോലൊരു കർത്താവില്ല, ഇവനെ പോലൊരു വേറൊരു വീണ്ടെടുപ്പുകാരനില്ല, ഇവനെ പോലൊരു മധ്യസ്ഥൻ വേറെയില്ല, ഇവനെ പോലൊരു മഹാപുരോഹിതൻ വേറെയില്ല, ഇവനെ പോലൊരു സൗഖ്യദായകൻ വേറെയില്ല. തേജസ് അണിഞ്ഞവനായി മാറത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ട് 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ചിരിക്കുന്ന പൊൻനിലവിളക്കുള്ള നടുവിൽ ഉലാവുന്ന കർത്താവ് ഈ രാത്രി ഈ പന്തലിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി അവന് മഹത്വം കൊടുത്താട്ട് ഊനമില്ലാത്ത ആരാധന അർപ്പിച്ചു വേണം, യാഗമർപ്പിച്ചു വേണം നാം ഇവിടെ നിന്ന് മടങ്ങുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വീണ്ടും നമുക്ക് അനേക സാദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ കഴിഞ്ഞ രാത്രി നാം അത് കർത്താവിന്റെ ബഹുമാന്യ ദാസരിൽ നിന്ന് കേട്ടു. അവൻ ദാഹം തീർക്കുന്ന ഉറവയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മരുഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നവനാണ്. പ്രൈസ് ഗോഡ്. പുറപ്പാട് പുസ്തകത്തിൽ നേതൃത്വത്തിനായി അഭ്യസിപ്പിക്കുന്നവനാണ്. ഒരു മരുഭൂമി ഒരു വിശ്വാസിയെ സംബന്ധിച്ച അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഭാഗങ്ങൾ ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് കനാൻ സ്വസ്ഥതയായിരുന്നു എങ്കിലും കനാനിലായിരുന്നതിനേക്കാൾ കൂടുതൽ അവരനുഗ്രഹിക്കപ്പെട്ടത് മരുഭൂമിയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും അറിയാം, വേലയുടെ മുഖത്തും വിശ്വാസ ജീവിതത്തിന്റെ മണ്ഡലത്തിലും ഭൗതിക നന്മകളെ ഏറെ നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ ലഭിക്കുന്ന സന്ദർഭത്തെക്കാൾ ശ്രേഷ്ഠവും അനുഗ്രഹപൂർണവുമായിരിക്കുന്നത് കഷ്ടതയുടെ നാളുകളാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് റോമയിലെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ സഭകൾക്ക് എഴുതിയ അനുഗ്രഹീതമായ കാരാഗ്രഹ ലേഖനങ്ങൾ ലഭ്യമാകാതെ പോയേനെ. ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട് സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ റോമൻ കാരാഗ്രഹത്തിൽ താൻ ബന്ധിതനായി കിടക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഒരു വിശ്വാസി, ഒരു ദൈവദാസൻ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന നേരത്താണ് ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹാഗാറിനെ സംബന്ധിച്ച്, ഇസ്മായേലിനെ സംബന്ധിച്ച് അബ്രഹാം കൊടുത്ത അപ്പക്കണ്ണങ്ങളും അബ്രഹാം കൊടുത്ത തുരുത്തിയിലെ വെള്ളവും തീർന്നു പോയപ്പോൾ മരുഭൂമിയിൽ ദാഹം തീർക്കുന്ന ഉറവ തുറക്കപ്പെട്ടു. അവിടെ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. മനുഷ്യൻ തരുന്ന അപ്പവും വെള്ളവും തീർന്നു പോകുന്നതാണ്. എന്നാൽ ദൈവം തരുന്ന അപ്പവും വെള്ളവും അത് വറ്റിപ്പോകാത്തതാണ്. ഹല്ലേലൂയ. സിംസോൻ വലിയൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഒറ്റയ്ക്ക് നിന്ന് കഴുതയുടെ ഒരു താടിയല്ലുകൊണ്ട് 1000 പേരെ കൊന്നു വീഴ്ത്തി തന്റെ ശത്രുക്കളെ സംഹരിച്ചു. അതിന്റെ ശേഷം ആ അസ്ഥി ദൂരെ എറിഞ്ഞിട്ട് സിംസോൻ മാറിയിരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവേ, ഈ മഹാജയം നീ എന്റെ കയ്യാൽ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിക്കണമോ? പ്രൈസ് ദി ലോർഡ്. സിംസോൻ അപേക്ഷ കഴിച്ച് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ലേഖിയിൽ ഒരു കുളം പിളർന്നു വന്നിരിക്കുന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആ കുളം ഇന്നു വരെ അവിടെ ഉണ്ടെന്നാണ്. ഇന്ന് രാത്രി ദൈവവൈതലേ, നിന്റെ ആത്മീയ ദാഹത്തെ ശമിപ്പിക്കുവാൻ അടിക്കപ്പെട്ട പാറ, പിളർക്കപ്പെട്ട കുളം, ഒഴുകി വരുന്ന നദി, പെന്തക്കോസ്തിന്റെ നദി, അതെ, സെഹിയോൻ മാളികമുറിയിൽ ഒഴുകിയ നദി, കൊർന്നല്യോസിന്റെ വീട്ടിലൊഴുകിയ നദി, കൈസരിയയിൽ ഒഴുകിയ നദി, ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ കുമ്പനാട്ട് ഈ പന്തലിൽ ഒഴുകിയിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. യഹോവയുടെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഉണങ്ങിപ്പോയ ഒരു നദിയല്ല നമുക്കുള്ളത്, വറ്റിപ്പോയ ഒരു നദിയല്ല നമുക്കുള്ളത്. ചിലര് പറയുന്നത് നിന്നുപോയെന്നാ, ഉണങ്ങിപ്പോയെന്നാ,
ചില ലോക്കൽ സഭകളിലൊക്കെ നിന്നിരിക്കുന്നു എന്നതൊരു സത്യവുമാണ്. എന്നാൽ ഈ രാത്രി ഞാൻ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, വറ്റിപ്പോയ ഒരു നദിയുടെ തീരത്തല്ല നാം ഇരിക്കുന്നത്. ഉണങ്ങിയ ഒരു നദിയുടെ തീരത്തല്ല, ഉറവ അടഞ്ഞുപോയ ഒരു നദിയല്ല. യഹോവയുടെ നദിയിൽ, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇവിടെ നീ ശുഷ്കിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഉണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല, ക്ഷീണിച്ചവനായിരിക്കേണ്ട ആവശ്യമില്ല, രോഗിയായിരിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ നദിയിൽ നിന്ന് കുടിക്കുക, ആ നദിയിലേക്ക് ഇറങ്ങുക. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ വയ്യാത്ത വലിയ ആത്മപ്രവാഹത്തിലേക്ക് നാം ഇറങ്ങേണ്ടത് ആവശ്യമാണ്. Praise the Lord. ആ നദി, ആ കുളം ഇന്ന് വരെ അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ മരുഭൂമി നേതൃത്വത്തിനായി അഭ്യസിപ്പിക്കുന്ന സ്ഥലമാണ്. മോശ 40 വർഷം ആടുകളെ മേയിച്ചു ഒരു ആട്ടിടയനായി. അടുത്ത 40 വർഷം ഇസ്രായേൽ ജനത്തെ മേയിച്ചു. മോശ എവിടെയാ അഭ്യസിച്ചത്? ഫറവോന്റെ കൊട്ടാരത്തിലെ പഠനം കൊണ്ട്, പരിചയം കൊണ്ട്, അഭ്യസനം കൊണ്ട് ജനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയത്തില്ല എന്ന് മോശയ്ക്ക് ബോധ്യമായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരുഭൂമിയിലെ അഭ്യസനമാണ്, ഹല്ലേലൂയ, ജനത്തിന്റെ മുൻപിൽ നേതൃത്വം കൊടുക്കുവാൻ മോശയെ യോഗ്യനാക്കി തീർത്തത്. എങ്കിൽ ദൈവദാസന്മാരെ, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഓർക്കുക, ഇവിടെ തുറക്കപ്പെടുന്ന ഒരു ഉറവയുണ്ട്. അത് മാത്രമല്ല, നേതൃത്വത്തിനായി അവൻ എന്നെ വീണ്ടും അഭ്യസിപ്പിക്കുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ശത്രുവിനോടുള്ള പോരാട്ടത്തിന്റെ സ്ഥലമാണ് മരുഭൂമി. അതെല്ലാം ഞാൻ വിശദീകരിക്കത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 40 നാൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ശേഷം പരീക്ഷണമുണ്ടായി. അപ്പൊ അവിടെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. നീ എത്ര കർത്താവിനോട് കൂടുതൽ അടുക്കുമോ, കൂടുതൽ പ്രാർത്ഥിക്കുമോ, കൂടുതൽ ഉപവസിക്കുമോ, അതിനനുസരിച്ച് പോരാട്ടവും വർദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ജയിക്കാൻ വിളിക്കപ്പെട്ടവരാ ദൈവജനം, പരാജയപ്പെടാൻ വിളിക്കപ്പെട്ടവരല്ല, വീണ് തകരാൻ വിളിക്കപ്പെട്ടവരല്ല, പിന്മാറിപ്പോകുവാൻ വിളിക്കപ്പെട്ടവരല്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. നാം കളിക്കളത്തിൽ നിൽക്കുന്നവരല്ല. തമാശ പറയേണ്ട സമയമല്ലിത്, പോരിന് വിളിക്കേണ്ട നേരമല്ലിത്, വാത് കെട്ടേണ്ട കാലമല്ലിത്, ഞാനോ വലിയവൻ നീയോ വലിയവൻ എന്ന് ചോദിക്കേണ്ട കാലഘട്ടമല്ലിത്. ദൈവജനം യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്, തിരിച്ചറിയണം. കൊക്കും മീബൽ പക്ഷിയും അതിന്റെ മടങ്ങി വരവിനുള്ള കാലമറിയുന്നു. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ജനം മടങ്ങി വരവിന്റെ കാലത്തെ കുറിച്ച് ബോധ്യമില്ലാത്തവരായി ക്ഷണഭംഗുരമായതിന്റെ പിന്നാലെ, അപ്രധാനമായതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ആത്മാവുള്ള ദൈവമക്കളെ, ഉണർന്നെഴുന്നേറ്റ് കരയുവീൻ, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവീൻ, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പീൻ. നാം കളിക്കളത്തിൽ നിൽക്കുന്നവരല്ല, യുദ്ധക്കളത്തിൽ നിൽക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് ശക്തമായ പോരാട്ടം എതിരാളിയിൽ നിന്ന്, സാത്താനിൽ നിന്നുണ്ടായെങ്കിൽ അവൻ നമ്മെ വിടത്തില്ല. എനിക്ക് വളരെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം ദാവീദിനോടുള്ള ബന്ധത്തിലുണ്ട്. ദാവീദ് ശൗലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിനക്കിവനെ നേരിടാൻ കഴിയും എന്നതിന് എന്താ ഉറപ്പ് എന്ന് ശൗൽ ചോദിക്കുന്ന നേരത്തെ ദാവീദ് പറയുന്നത്, എന്റെ അപ്പന്റെ ആടുകളെ ഞാൻ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലൊരു കരടി വന്നു, ഞാൻ അതിനെ നിസ്സാരമായി തോൽപ്പിച്ചു, എന്റെ അപ്പന്റെ ആടിനെ രക്ഷിച്ചു. പിന്നെ ഒരു സിംഹം വന്നു,
അപ്പന്റെ ആടിൽ ഒന്നിനെ പിടിച്ചു, അതിന്റെ വായിൽ നിന്ന് അപ്പന്റെ ആടിനെ ഞാൻ രക്ഷിച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കാറുണ്ടോ? ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, പിന്നെ അത് എന്റെ നേരെ വന്നു. പ്രൈസ് ദി ലോർഡ്. ആടിനെ രക്ഷിച്ചപ്പോഴല്ല അതിന്റെ താടിക്ക് പിടിച്ച് ചീന്തിക്കളഞ്ഞത്. ദാവീദ് പറയും, പിന്നെ അത് എന്റെ നേരെ വന്നു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഞാൻ അതിന്റെ താടിക്ക് പിടിച്ച് ചീന്തിക്കളഞ്ഞു. അഭിഷക്തന്മാരെ, നിനക്കെതിരെ സിംഹം എന്നതുപോലെ ദുഷ്ടൻ പാഞ്ഞു വരുമ്പോൾ, സഭയ്ക്കെതിരെ പാഞ്ഞു വരുമ്പോൾ നോക്കി നിൽക്കേണ്ട നേരമല്ലിത്. അതിന്റെ താടിക്ക് പിടിച്ച് ചിന്തിക്കളയണ്ട. അഭിഷേകത്തിന്റെ പൂർണ്ണതയിൽ, ദൈവശക്തിയുടെ വ്യാപാരത്തിൽ നാം എഴുന്നേൽക്കേണ്ട നാളുകളാണിത്. ഹല്ലേലൂയ. ശത്രുവിനോടുള്ള പോരാട്ടത്തിന്റെ സ്ഥലമാണ് മരുഭൂമി. അഞ്ചാമത്, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മരുഭൂമി ദർശനത്തിന്റെ സ്ഥലമാണ്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിലേക്ക് പോയി, യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി. ധന്യനായ പൗലോസ് തനിക്ക് ദർശനവും വെളിപ്പാടും ലഭിച്ചാറ് യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോകാതെ നേരെ അറേബ്യയിലേക്ക് പോയി. ഇവരെല്ലാം മരുഭൂമിയിൽ ദൈവസനിൽ കാത്തിരുന്നവരാണ്. പൗലോസ് അപ്പോസ്തലൻ അറേബ്യൻ മരുഭൂമിയിലായിരുന്നപ്പോഴാണ് കർത്താവിങ്കൽ നിന്ന് ഏറിയ ദർശനങ്ങളും വെളിപ്പാടുകളും പ്രാപിച്ചത്. ക്രിസ്തുവിൽ എനിക്കൊരു മനുഷ്യനെ അറിയാം എന്ന് പൗലോസ് എഴുതുന്നു. ദർശനങ്ങളുടെ മനുഷ്യൻ, വെളിപ്പാടുകളുടെ മനുഷ്യൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ദൈവദാസൻ അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് താൻ ശുശ്രൂഷ സംബന്ധിച്ചും ക്രിസ്തീയ ഉപദേശങ്ങൾ സംബന്ധിച്ചും ഉപദേശങ്ങൾ കൊടുക്കേണ്ട വ്യാഖ്യാനം സംബന്ധിച്ചുമൊക്കെ വ്യക്തമായ വെളിപ്പാടുകൾ പ്രാപിച്ചു. അതുകൊണ്ട് ആ തിരുമേശയെ കുറിച്ച് എഴുതുമ്പോൾ പൗലോസ് എഴുതി, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവിങ്കൽ നിന്ന് ശുശ്രൂഷ പ്രാപിച്ച അനുഗ്രഹീതനായ അപ്പോസ്തലനാണ് ധന്യനായ പൗലോസ്. മരുഭൂമി ദർശനങ്ങളുടെ സ്ഥലമാണ്. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, മരുഭൂമി ദാഹം തീർക്കുന്ന സ്ഥലമാണ്. 2, മരുഭൂമി വെളിപ്പാട് നൽകുന്ന സ്ഥലമാണ്. 3, മരുഭൂമി നേതൃത്വത്തിനായി അഭ്യസിപ്പിക്കുന്ന സ്ഥലമാണ്. 4, മരുഭൂമി ശത്രുവിനോടുള്ള പോരാട്ടത്തിന്റെ സ്ഥലമാണ്. 5, മരുഭൂമി ആത്മീക ദർശനം നൽകുന്ന സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ മരുഭൂമി ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവദാസനെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ കലവറയ. ഈ ബോധ്യമുള്ളവര്, അനുഭവമുള്ളവര് ഒന്നും കൂടെ ഊനരഹിതമായ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ഞാൻ വായിച്ച തിരുവചന ഭാഗം, മരുപ്രയാണത്തിൽ ധന്യമായ ജീവിതം, ജയകരമായ ജീവിതം നയിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ വിശദീകരിക്കുകയുള്ളൂ. എനിക്ക് പിന്നാലെ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ സംസാരിപ്പാനുണ്ട്. 1, ശ്രദ്ധിക്കേണ്ട 1-ാമത്തെ കാര്യം പെസഹയും ചോരത്തളിയുമാണ്. 2-ാമത്തെ കാര്യം, ഹൃദയത്തിൽ നമ്മൾ എഴുതണം, നിയമം പാലിക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ വിഷയം ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്. സ്ഥാനമോ മാനമോ പദവിയോ പൊസിഷനോ ആത്മീകതയുടെ അളവുകോലല്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, സ്ഥാനവും മാനവും പദവിയും പൊസിഷനും അല്ല ആത്മീകതയുടെ മാനദണ്ഡം. നിത്യനായ ദൈവവുമായി, വീണ്ടെടുപ്പുകാരനായ കർത്താവുമായി നിനക്കുള്ള വ്യക്തിപരമായ ബന്ധമാണ് ആത്മീകതയുടെ മാനദണ്ഡം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ മാത്രമേ ഈ മരുപ്രയാണത്തിൽ
ജയകരമായ ജീവിതം നയിപ്പാൻ സാധിക്കുകയുള്ളൂ. നാലാമത്തെ കാര്യം ആരാധനയാണ്. എന്തിനാണ് ദൈവം തമ്പുരാൻ ഇസ്രായേൽ മക്കൾക്ക് സമാഗമന കൂടാരം നിയമിച്ചു കൊടുത്തത്? പുറപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായങ്ങൾ സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തെ കുറിച്ചുള്ള പദ്ധതികളും അതിന്റെ ഒടുവിലത്തെ അധ്യായങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതിനെ കുറിച്ചും പ്രസ്താവിക്കുന്നു. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ കൂടാരത്തിന്റെ പണി തീർത്തു. അങ്ങനെ ദൈവം കൽപ്പിച്ചതുപോലെ കൂടാരത്തിന്റെ പണി തീർത്ത നേരത്താണ് അതിന്റെ പ്രതിഷ്ഠാ ദിവസത്തിൽ ദൈവത്തിന്റെ തേജസ് ആലയത്തിലേക്ക് ഇറങ്ങി വന്നത്. സമാഗമന കൂടാരം ദൈവ ഇസ്രായേലിന് കൊടുത്തതിന്റെ ഉദ്ദേശം ദൈവത്തെ മരുഭൂമിയിൽ ആരാധിക്കണം. അപ്പോൾ മരുഭൂമിയിൽ ജയജീവിതം നയിപ്പാൻ, മരുഭൂമി മലർവാടിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. നമ്പർ 1 പെസഹയും ചോരത്തളിയും. നമ്പർ 2 ദൈവിക നിയമത്തിൽ നിലനിൽക്കുക. നമ്പർ 3 കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം. നമ്പർ 4 ആരാധന. ഇതിൽ കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധം എന്നതിനെ കുറിച്ച് അല്പം കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുമ്പോൾ എന്റെ സമയം പൂർത്തിയാകും. ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുന്നത് ദൈവദാസനായിരുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്ന മോശയെ തന്നെയാണ്. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചു. ഈ തിരുവചന ഭാഗത്ത് പറയുന്നത്, മോശയുടെ അമ്മാവിയപ്പനായ യിത്രോവ് മോശയ്ക്ക് പറഞ്ഞുകൊടുത്ത ഒരാലോചന താൻ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നതിനെ കുറിച്ചാണ്. എന്തോ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്, ജനങ്ങളുടെ പ്രശ്നം തീർക്കാൻ 1000 പേർക്കൊരധിപതി, 100 പേർക്കൊരധിപതി, 50 പേർക്കൊരധിപതി, 10 പേർക്ക് ഒരധിപതി എന്നിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നീ തെരഞ്ഞെടുക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ തെരഞ്ഞെടുക്കപ്പെടേണ്ടവരുടെ യോഗ്യതയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് അവർ ദൈവഭക്തന്മാരായിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ യോഗ്യത അവർ സത്യസന്ധന്മാരായിരിക്കണം. മൂന്നാമത്തെ യോഗ്യത ദുരാദായം വെറുക്കുന്നവരായിരിക്കണം. കാര്യസാധ്യത്തിന് വേണ്ടി പണം വാങ്ങുകയും പണം കൊടുക്കുകയും കൈക്കൂലി കൊടുക്കുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്ത് ഭൗതിക മണ്ഡലത്തിലും ആത്മമണ്ഡലത്തിലും നീതിയെയും ന്യായത്തെയും മറിച്ചു കളയുന്നവർ ഭരണമണ്ഡലത്തിൽ വരുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. സത്യവാന്മാരും യഹോവ ഭക്തന്മാരും ദൈവഭയമുള്ളവരും ദുരാദായം വെറുക്കുന്നവരെയും വേണം നീ തെരഞ്ഞെടുക്കാനെന്ന് മോശയ്ക്ക് ആലോചന പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. എന്റെ ചിന്ത, എന്റെ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജനാധിപത്യ ഭരണ സമ്പ്രദായ വ്യവസ്ഥിതിക്ക് ആരംഭം കുറിക്കുന്നത് ഇവിടെ. ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിപ്പാനിരിക്കുകയാണ്. എന്നാൽ ചിലരൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുന്നപ്പം പ്രശ്നം 1, എഴുന്നേൽക്കുമ്പോൾ പ്രശ്നം 3. എന്നാൽ അങ്ങനല്ല, ഇവര് പ്രശ്നം പരിഹരിക്കാൻ ഇരുന്നാൽ അത് പരിഹരിക്കപ്പെടുക. പക്ഷെ ഒരു വ്യവസ്ഥ കൂടി അവിടെ പറഞ്ഞു, ഈ സഹസ്രാധിപന്മാർക്കോ ശതാധിപന്മാർക്കോ 50 പേരുടെ അധിപതികൾക്കോ 10 പേരുടെ അധിപതികൾക്കോ തീർക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അന്നേരം എന്തോ ചെയ്യണം? അവർ മോശയുടെ അടുക്കൽ അത് കൊണ്ടുവരണം. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ അവർക്ക് അസാധ്യമായതിനെ തീർക്കേണ്ടതിന് വേണ്ടി ഇരിക്കുമ്പോൾ മോശയെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ദൈവമല്ല എല്ലാം തീർക്കാൻ. മോശയ്ക്കും പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും. അതാ നമ്മുടെ ചിന്താ വിഷയം. നിനക്ക് പ്രയാസമുള്ളത് വരുമ്പോൾ നീ കാര്യങ്ങളുമായി യഹോവയുടെ സന്നിധിയിൽ ചെല്ലുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് പ്രയാസമുള്ള കാര്യം
അതെന്തുമാകട്ടെ, അത് ആത്മീകമാകട്ടെ, അത് ഭൗതികമാകട്ടെ, അത് സഭാപരമാകട്ടെ, അത് കുടുംബപരമാകട്ടെ, നീ കാര്യവുമായി വലിയ മധ്യസ്ഥനായ കർത്താവിന്റെ അടുക്കൽ ഇന്ന് രാത്രി വരിക. നീ കാര്യങ്ങളുമായി യഹോവയുടെ സന്നിധിയിൽ വരണം. അവിടെ തീരാത്തൊരു വിഷയവുമില്ല, അവിടെ തീരാത്തൊരു പ്രശ്നവുമില്ല, അവിടെ സൗഖ്യമാകാത്തൊരു രോഗവുമില്ല, അവിടെ പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയുമില്ല. എത്ര പേർക്ക് അത് ബോധ്യമുണ്ട്? ഉണ്ടെങ്കിൽ കരങ്ങൾ തട്ടി നമ്മുടെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ട്. Praise the Lord. 2012 കരങ്ങളുടെ ബലം കുറഞ്ഞു പോകാതെ, പേശികളുടെ ബലം തളർന്നു പോകാതെ, ഞരമ്പുകൾ തളർന്നു പോകാതെ നമ്മെ നിലനിർത്തിയ നടത്തിയ കർത്താവിനെ, അതായത് നാവ് ക്ഷീണിച്ചു പോകാതെ, വാക്കുകൾ ഇടറിപ്പോകാതെ ഇന്ന് വരെ നിർത്തിയ കർത്താവിനെ സന്തോഷത്തോടെ ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. കാര്യങ്ങളുമായി യഹോവയുടെ സന്നിധിയിൽ ചെല്ലുക എന്നുള്ളത് മോശ തന്റെ മരുഭൂമിയിലെ ശുശ്രൂഷയിൽ 40 വർഷങ്ങളും പ്രയോഗിച്ച ഒരു പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ പുറപ്പാട് പുസ്തകം ശാന്തമായി അവസരം ലഭിക്കുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി, അത് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ചെങ്കടലിന്റെ തീരത്ത് ഇസ്രായേൽ ജനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മോശ വന്നു. മുൻപിൽ ചെങ്കടൽ, ഇരുവശങ്ങളിലും പർവ്വതം, പിറകിൽ ഫറവോനും അവന്റെ സൈന്യവും. ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന, കൃത്യമായ കണക്കല്ല, 30 ലക്ഷത്തോളം വരുന്ന ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുവാനും മത്സരിക്കുവാനും തുടങ്ങി. ഇവിടെ എനിക്കൊരു ദൂത് പറയാനായിട്ടുണ്ട്. അഭിഷക്തന്മാർക്കെതിരെ മത്സരം എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിറുപിറുപ്പും മത്സരവും വാതുകെട്ടലും ഉണ്ടാകുമ്പോൾ അതേ രീതിയിൽ അഭിഷക്തന്മാർ തിരിച്ച് പ്രതികരിപ്പാൻ പാടില്ല. ഹല്ലേലൂയ. മോശയ്ക്കെതിരെ വാദമുയർന്നപ്പോൾ ആ ദൈവദാസൻ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെ ഇത് മനസ്സിലാക്കാൻ കഴിയും? യഹോവയായ ദൈവം മോശയോട് ചോദിക്കുക, മോശേ, നീ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. കരയുന്ന ദൈവവൈതലെ, ഇന്ന് രാത്രി നിന്റെ കരത്തിന് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലയോ സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ഓരോല കണ്ണീരൊഴുക്കുവാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷെ ആണ്ടുകളായിരിക്കാം. നിന്റെ പ്രതികരണത്തിന്റെ രീതി മാറിപ്പോകാൻ പാടില്ല. യഹോവയുടെ സന്നിധിയിൽ വീണ് കിടക്കുക, അവൻ നിന്റെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. മോശ എഴുന്നേറ്റിട്ട് പറയുന്നത്, ഉറച്ചു നിൽപ്പീൻ, ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. എപ്പോഴും വിശ്വാസമുള്ള ദൈവ മക്കൾ പോസിറ്റീവായിട്ട് സംസാരിക്കണം. നെഗറ്റീവായിട്ട് സംസാരിക്കരുത്, നെഗറ്റീവായി ചിന്തിക്കരുത്. നാം പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക. അവിടെ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെട്ടു വരുന്നത്. ഒരിക്കലൊരു സഹോദരി, രോഗിയായി കിടക്കുന്ന ഒരു സഹോദരിയെ കാണാൻ ചെന്നു. അപ്പൊ ചോദിച്ചു, കുഞ്ഞുമറിയാമ എന്നാ അസുഖം? ഭയങ്കരമായ തലവേദന, ഉള്ളിലിരുന്ന് വേദനയാന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞനാമ, എന്റെ അയലോക്കത്ത് ശോശാമയ്ക്കും ഇത് തന്നെയായിരുന്നു അടി അസുഖം. 3 ദിവസമേ കിടന്നുള്ളൂ. നല്ല സ്വാന്തനപ്പെടുത്തുന്ന ആളുകളല്ലേ. ഒടുക്കലത്തെ ഓപ്പറേഷന്മാർ കൊടുക്കുന്നതിനൊക്കെ ഭയങ്കരമാ. പ്രൈസ് ദി ലോർഡ്. നീ അതല്ല പറയേണ്ടത്. വിടുവിക്കുമെന്ന് പറ, സൗഖ്യമാക്കുമെന്ന് പറ, എഴുന്നേൽപ്പിക്കുമെന്ന് പറ. ഇവിടെ ഒരുവൻ വന്നിട്ടുണ്ടെന്ന് പറ, അവൻ കൈ പിടിക്കുമെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. യായിറോസിന്റെ വീട്ടിൽ ചെന്ന് ചേതനയറ്റതിനെ വിളിച്ചവൻ, പ്രൈസ് ദി ലോർഡ്, ആ മഞ്ചത്തിൽ കൊണ്ടുപോയ ആ യൗവനക്കാരന്റെ ചേതനയറ്റ ശരീരത്തെ വിളിച്ചു വരുത്തിയവൻ, ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് ലാസറേ
പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ച് ദ്രവിച്ച ശരീരം പുത്തനായി പുറത്തു കൊണ്ടുവന്നവൻ ഇന്ന് രാത്രി നിന്നെ എഴുന്നേൽപ്പിക്കും, നിന്നെ സൗഖ്യമാക്കും, നിന്റെ കരങ്ങൾക്ക് പിടിക്കും, നിന്റെ കണ്ണുനീര് തുടയ്ക്കും. ഇതെന്റെ വിടുതലിന്റെ രാത്രിയാണ്, ഇതെന്റെ സൗഖ്യത്തിന്റെ രാത്രിയാണ്, എന്നെ തൊടുന്ന രാത്രിയാണ്. കർത്താവ് നമ്മുടെ കരങ്ങൾക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. മോശെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, ദൈവം ഇന്നൊരു അത്ഭുതം ചെയ്യും. എങ്ങനാ മോശെ? എവിടുന്നാ മോശെ? ചെങ്കടൽ, പർവ്വതം, ഫറവോനും സൈന്യവും. പിന്നെ എങ്ങനെ, എവിടെ നിന്ന് വിടുതൽ വരും? മോശയ്ക്ക് പറയാനുള്ളത് എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒന്നെനിക്കറിയാം, മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, മോശ തന്റെ മനസ്സിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഈ ചെങ്കടലിനെ പിളർന്ന ദൈവം ഇസ്രായേലിനെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ പോണെന്ന്. അപ്പൊ അവിടെ നമുക്കൊരു ദൂതുണ്ട്. നിന്റെ ആയുസ്സിൽ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇന്ന് വരെ നീ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു മാർഗം നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ഇന്ന് വരെ നിന്റെ ബുദ്ധിയിൽ തോന്നിയിട്ടില്ലാത്ത ഒരു വഴി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ. മോശ തന്റെ സ്വപ്നത്തിൽ ഒരിക്കലും ചിന്തിച്ചില്ല ചെങ്കടലിന്റെ അടിയിൽ ഒരു രാജവീതി ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്കൊരു ദൂതുണ്ട്. നീ ചിന്തിക്കാത്ത ഒരു വിശാലമായ വഴിയാ ദൈവം ഒരുക്കുന്നത്. ബോധ്യമുള്ളവർ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നാം അറിയാത്ത വഴി, നാം ചിന്തിക്കാത്ത വഴി ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. കർത്താവ് ഒരിക്കൽ ബെഥസ്ദാ കുളക്കരയിൽ ചെന്നു. അവിടത്തെ ഒരുത്തൻ കിടക്കുക, 38 ആണ്ടായി. അവിടെ എനിക്ക് രസകരമായി തോന്നുന്ന ഒരു ചിന്തയുണ്ട്. യേശു കർത്താവ് ഇവിടെ വരുമ്പോൾ കർത്താവിന് ഒരു 31-32 വയസ്സേ കാണത്തുള്ളൂ. ഒരു 6 കൊല്ലം കൂടെ മുമ്പ് ഇവൻ ഇവിടെ വന്ന് കിടക്കുക. ഇന്നും പഴയ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുന്ന എത്ര പുള്ളികൾ നമ്മുടെയൊക്കെ ആലയത്തിനകത്തുണ്ട്. പാരമ്പര്യം വലുതാ. പെന്തിക്കോസ്തിന്റെ പഴക്കവും പാരമ്പര്യവും, പ്ലാവ് വെട്ടി ഹോള് പണിതതും കല്ല് ചുമന്നതും ഒക്കെ വല്ലപ്പോഴും ഒന്ന് പറയുന്നത് നല്ലതാ. എന്നും പറയാൻ തുടങ്ങിയാൽ യുവജനങ്ങൾ നിന്റെ കൂടെ നിൽക്കത്തില്ല. പാരമ്പര്യമല്ല നമുക്ക് പറവാനുള്ളത്. നമുക്ക് ഉയർത്താനുള്ള ഏക വ്യക്തിത്വം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. 38 ആണ്ടായിട്ട് ഇവൻ കിടക്കുക. കർത്താവിനോട് ചോദിച്ച ചോദ്യം നമുക്കറിയാം. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞ മറുപടി, എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ വേറൊരുത്തൻ എനിക്ക് മുമ്പേ ചാടിയിരിക്കും. അപ്പോൾ അവൻ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ബലഹീനതയും ലേവ്യ പൗരോഹിത്യത്തിന്റെ കഴിവുകേടുകളുമാണ് അവൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്കാരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ വേറൊരുത്തൻ എനിക്ക് മുമ്പേ ഇറങ്ങിയിരിക്കും എന്ന് കർത്താവ് ചോദിച്ച, അതല്ല, നിനക്ക് മനസ്സുണ്ടോ എന്ന് പറ. എന്തുകൊണ്ട് ഇവൻ ഈ സാക്ഷ്യത്തില് പരാതി പറഞ്ഞെന്നറിയാമോ? അവൻ അന്ന് വരെ കണ്ടിട്ടുള്ളത് കുളത്തിൽ ചാടുന്നവനെ രക്ഷപ്പെടൂ. അവൻ അന്ന് വരെ കണ്ടിട്ടുള്ളത് ആദ്യം ചാടുന്നവനെ സൗഖ്യമുള്ളൂ. അവൻ അന്ന് വരെ കണ്ടിട്ടുള്ളത് തനിയെ പോകാൻ നിവൃത്തിയില്ലാത്തവരെ വേറെ ഉള്ളവർ എടുത്തുകൊണ്ട് ഇടും. അന്ന് വരെ അവൻ കണ്ടിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ അവന് സൗഖ്യമില്ല എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൂത് തിരിച്ചറിയണം. ഇന്നു വരെ നീ കണ്ടിട്ടുള്ള, നീ കേട്ടിട്ടുള്ള, നീ പരിചയിച്ചിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടല്ല 2013 കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത
ഒരു പുതിയ വഴിയായിട്ടാ നാഥൻ വന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടി അങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പുത്തൻ വഴി 2013, ഒരു പുതിയ മാർഗം 2013, എന്റെ തലമുറയ്ക്ക് ഒരു പുതിയ നന്മ 2013, എന്റെ ശുശ്രൂഷയിൽ ഒരു പുതിയ വ്യത്യാസം, ഒരു ചേഞ്ച് 2013. വിശ്വാസമുള്ളവർ ദൂതേറ്റെടുത്തുകൊണ്ട് കർത്താവിന് മഹത്വം കരേറ്റാം. ആമേൻ. മോശേ, ഈ വഴി എവിടാ? മോശ നോക്കിയിട്ട് പറയും, ഞാൻ കാണുന്നില്ല. ഇത് 2 മൈൽ അകലെ ആയിരിക്കുമോ? 1 കിലോമീറ്റർ അകലെ ആയിരിക്കുമോ? 1 ഫർലോങ് അകലെ ആയിരിക്കുമോ ആ വഴി? അല്ല. പിന്നെ എവിടാ ഈ വഴി? നിന്റെ കാൽ ചുവട്ടിൽ. എത്ര പേർക്ക് വചനം മനസ്സിലായി? നിന്റെ വിടുതൽ നിന്റെ കാൽ ചുവട്ടിൽ, നിന്റെ സൗഖ്യം നിന്റെ കാൽ ചുവട്ടിൽ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദർശനത്തിന്റെ പൂർത്തീകരണം നിന്റെ കണ്ണിന്റെ മുൻപിൽ. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടി ഇന്ന് രാത്രി നിന്റെ കൈയെത്തുന്ന ദൂരത്ത്, നിന്റെ കാൽച്ചുവട്ടിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുക. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? എന്റെ കണ്ണിന്റെ മുൻപിൽ, എന്റെ കൈയുടെ അകലത്തിൽ, എന്റെ കാൽച്ചുവട്ടിൽ ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി, ദൈവം ആ വഴി എന്റെ മുൻപിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് കാണുന്നില്ലല്ലോ. എന്താ കാണാത്തത്? നിന്റെ വഴിയെ, നിന്റെ വിടുതലിന്റെ മാർഗത്തെ, നിന്റെ നന്മയെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ വെള്ളം അടച്ചു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. 40 ദിവസം ഉപവസിച്ചിട്ടും ഇന്ന് രാത്രിയിലും പ്രാപിക്കാത്തവളായിട്ടാ വന്നിരിക്കുന്നെങ്കിൽ ദൂത് മനസ്സിലാക്കി സ്തോത്രം ചെയ്തോണം. നിന്റെ കാൽ ചുവട്ടിൽ അതിരിപ്പുണ്ട്. പക്ഷേ അതെനിക്ക് കാണാൻ കഴിയാതെ വണ്ണം ശത്രു അതിനെ അടച്ചു വെച്ചിരിക്കുക, ശത്രു അതിനെ മൂടിയിട്ടിരിക്കുക. ഇനി എന്തോ ചെയ്യണം? ഇനി നീ 21 ഇരിക്കുകയല്ല വേണ്ടത്, 40 ഇരിക്കുകയല്ല വേണ്ടത്. പിന്നെ എന്തോ ചെയ്യേണ്ടത്? മോശേ, വടിയെടുക്ക് കയ്യിൽ. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിനെ വിഭജിക്കൂ. ഇതിന്റെ അടിത്തട്ടിൽ രാജവീതിയുണ്ട്. നിനക്കെതിരെ ഒഴുകുന്ന ചെങ്കടലിനെ, നന്മയെ അടച്ചു വച്ചിരിക്കുന്ന ആ വെള്ളത്തെ ഇന്ന് രാത്രി ആത്മാവിന്റെ അധികാരത്തിൽ നിന്നിട്ട് നീ അതിനെ വിഭജിക്കണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ വഴികൾ ഇന്ന് രാത്രി തുറന്നു വരട്ടെ. ജനത്തിന്റെ നന്മകൾ വെളിപ്പെട്ടു വരട്ടെ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ. ജനത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിച്ച മോശയ്ക്ക് വേണ്ടി അന്ന് രാത്രി ദൈവം 4 കാര്യങ്ങൾ ചെയ്തു. വഴി തുറന്നു, ശത്രുവിനെ താറുമാറാക്കി. യഹോവ ജീവനുള്ള ദൈവം എന്ന് സകല ജാതികളും അറിഞ്ഞു. ഇസ്രായേൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. മരുഭൂമി മലർവാടിയാകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ അത്ഭുതങ്ങളിലേക്ക് കടക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.